ചേട്ടാ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരൊരു ദളിത് യുവതിയാണ്. അവർ വീട്ടുജോലി ചെയ്യാണ്. 4 വർഷമായിട്ട് വീട്ടുജോലി ചെയ്തു വരുന്ന ഒരു സ്ത്രീയാണ്. അപ്പം കഴിഞ്ഞ ദിവസം അവരുടെ പേരിൽ ഒരു കള്ളക്കേസ് വന്നിരുന്നു. അതായത് അവർ നിലവിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും 2.5 പവൻ്റെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ്. അപ്പം ആ കേസിൻ്റെ പേരിൽ വീട്ടുകാർ പരാതി കൊടുത്തതിനെ തുടർന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും വെളുപ്പിനെ 3 മണി വരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഒടുവിൽ അവർ കുറ്റം സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് അതൊരു വ്യാജ കേസായിരുന്നു. പിന്നീട് വീട്ടുകാർ തന്നെ വന്നിട്ട് അവർക്ക് കളഞ്ഞുപോയ സ്വർണം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 മണി വരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യലിൽ അവർ ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും അതുമാത്രമല്ല പോലീസുകാർ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇത്തരത്തിൽ പരാതിയുമായിട്ട് ചെന്നപ്പോൾ അത് തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. സത്യത്തിൽ അവരൊരു ഒരു ദളിത് യുവതി ആയതുകൊണ്ടാണോ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ അവർക്കെതിരെ ഇത്തരത്തിലൊരു അനീതി കാണിക്കുന്നത്? 2 കാര്യങ്ങളുണ്ട്. എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കയറിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കയറണം. അത് അങ്ങനെ കയറുമ്പോൾ കുറ്റം ചെയ്തിട്ടില്ലാത്ത ആളുകൾ പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കുന്ന മാനസികമായ പീഡനമുണ്ട്. പോലീസിൻ്റെ ചില രീതികളുണ്ട്, ചില ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല. ഇത് വലിയ കൊടിയ ഒരു പീഡനമാണ്, മാനസികമായ പീഡനമാണ്, ആഘാതമാണ് അവർക്ക് ഏറ്റിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്ന് ഭഗവതി നഗറിൽ ഓമന ഡാനിയലിൻ്റെയും മകൾ നിഷയുടെയും ഓമന ഡാനിയലിൻ്റെ വീട്ടിലാണ് അവർ ജോലിക്കായിട്ട് പോയത്. അത് ഈ ഏപ്രിൽ 14 മുതലാണ് ജോലിക്ക് പോയി തുടങ്ങിയത്. ആഴ്ച 3 ദിവസമുള്ള അവിടെ ജോലി 500 രൂപയാണ് കൊടുക്കുന്ന ദിവസം. രാവിലെ 6 മണിക്ക് അവിടെ ചെല്ലണം, രാത്രി 8 മണിക്കാണ് ഇറങ്ങുന്നത്. 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ അവർ കഷ്ടപ്പെടുകയാണ്. മറ്റു വീടുകളിലും അവർ ജോലിക്ക് പോകുന്നു. ഏപ്രിൽ 23-ാം തീയതി 4 മണിക്ക് ഇവർ ഈ അമ്പലമുക്കിൽ വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. പേരൂർക്കട പോലീസ് വന്നിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്, കസ്റ്റഡിയിലെടുക്കുകയാണ്. എന്താ കാര്യമെന്ന് അവർക്കറിയത്തില്ല. അവർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, അവരെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ചെന്നപാടെ ചോദിക്കുന്നത് മാല എവിടെയടി എന്നാണ് SI പ്രസാദ് ചോദിക്കുന്നത്. തെറി വിളിച്ചുകൊണ്ട്, പോലീസ് സ്റ്റേഷനിൽ തെറി വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറേ നേരം തെറി വിളിക്കുന്നു. എന്താ കാര്യമെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അവിടെ ഈ ഓമന ഡാനിയലും നിഷയും ഉണ്ട്, മകൾ നിഷയുണ്ട്. അതിന് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, എവിടെയാണെന്ന് ചോദിക്കുന്നു, വിളിക്കുന്നു. അങ്ങനെയാണ് ഇവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ തന്നെ ഇവർ ഈ ഓമന ഡാനിയലിനെ വിളിക്കുന്നുണ്ട്, അവരെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന്, ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, എന്താ കാര്യമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുമ്പോൾ വേറൊരു മോളാണ് എടുത്തിട്ട് ശമ്പളം മൊത്തം തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. ശമ്പളം തരാൻ പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് പോകുന്നത്, അവർ പരാതിയൊന്നും കൊടുത്തിട്ടില്ല, ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് വലിയ മാനസിക പീഡനമാണ് ഇവർക്ക് നേരിടേണ്ടത്. മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നു. SI പറയുന്നു ഇവളെ ചോദ്യം ചെയ്യാനായിട്ട് വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനും 2 വനിതാ പോലീസുകാരും വന്നിട്ട് ഇവരുടെ ശരീരം മുഴുവൻ, ഈ വനിതാ പോലീസുകാരി ശരീരം മുഴുവൻ തെറി വിളിച്ചുകൊണ്ട് പരിശോധിക്കുകയാണ്. അപ്പോഴും ഒന്നും കിട്ടുന്നില്ല. പിന്നെയും തെറി വിളിക്കുന്നു, വെള്ളം കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഫോൺ പിടിച്ച് വാങ്ങിച്ചു വെച്ചു. പോലീസിൻ്റെ രീതിയാണ്, നിങ്ങളൊരു പരാതി ഒരു പ്രതിയായിട്ടോ അല്ലെങ്കിൽ കുറ്റാരോപിതനായി സ്റ്റേഷനിൽ ചെന്ന് ഒരു പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആദ്യം ഫോൺ അങ്ങ് വാങ്ങിച്ചു വയ്ക്കും, ആരുമായി കോൺടാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയെ 2 പെൺമക്കളുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ നമ്മുടെ ഒരു നിയമം എന്ന് പറയുന്നത് ആളിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അത് വീട്ടുകാരെ അറിയിക്കണം. അങ്ങനെ യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഭർത്താവ് അവിടെ കാത്തിരിക്കുകയാണ്, അവർക്കറിയാൻ വയ്യ, രാത്രിയായിട്ടും കാണുന്നില്ല, മക്കൾ വിഷമിച്ചിരിക്കുന്നു, എവിടെയാണെന്ന് അറിയാൻ വയ്യ, കോൺടാക്ട് ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ അവർ വീട്ടുകാരന്വേഷിച്ചിറങ്ങി, ബിന്ദു എവിടെ പോയെന്ന് അറിയാൻ വയ്യ, ഇത്രയും സമയമായി, സാധാരണ വരുന്നതിൽ നിന്നും ഒരുപാട് താമസിച്ചിരിക്കുന്നു. അപ്പോൾ അവരന്വേഷിച്ചിറങ്ങി. അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഇവരെ മാനസികമായി തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവസാനം പെൺമക്കളെ കേസിൽപ്പെടുത്തും എന്ന് പറഞ്ഞു. വെള്ളം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, ഒന്നുമില്ല, തുടർച്ചയായി തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനം 2 പെൺമക്കളെയും, മാല കിട്ടിയില്ലെങ്കിൽ 2 പെൺമക്കളെയും കേസിൽപ്പെടുത്തും, ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യും. അങ്ങനെ സഹികെട്ട് ഇവർ കുറ്റം സമ്മതിക്കുകയാണ്. ഞാൻ മാല എടുത്തു എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഈ മാല ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് രാത്രി 8 മണിക്ക് ഈ ബിന്ദുവിൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് വീട്ടുകാരറിയുന്നത് ബിന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, മോഷണ കേസിലാണ് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ മാലയൊന്നുമില്ല, തിരിച്ച് വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ തിരിച്ച് വീണ്ടും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെയാണ്. അപ്പം അവർക്കൊരു വെള്ളം കൊടുക്കുന്നില്ല, വെള്ളം കുടിക്കണം. മനുഷ്യന് ഇപ്പം വിശപ്പിനേക്കാൾ ഏറ്റവും പ്രശ്നം ദാഹം വരുമ്പോഴാണ്. ദാഹം ശമിപ്പിക്കുക എന്ന് പറയുക, അത് ദാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. വിശപ്പ് പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് നിൽക്കാം. അപ്പോൾ പറഞ്ഞു ശുചിമുറിയിലുണ്ട്, 12 മണിയായപ്പോൾ പറഞ്ഞു ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ ബക്കറ്റിൽ അവിടെ ഒന്നും വെള്ളമില്ല. ദാഹിച്ച് അവർ എന്നിട്ടൊരു പത്രം കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു.
പോലീസ് സ്റ്റേഷനിൽ തന്നെ പത്രം കൊടുത്തിട്ട് അവിടെ മൂലയിൽ ചാരിയിരുത്തി. അപ്പോൾ വരുന്നവരും പോകുന്നവരൊക്കെ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ നോക്കുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അന്വേഷിക്കുമല്ലോ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾ, മോഷണക്കുറ്റത്തിന് അവിടെ പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവും ബന്ധുക്കളും ഒക്കെ വരുന്നുണ്ട്, സഹോദരങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇവരെ കാണാൻ പോലീസ് സമ്മതിക്കുന്നില്ല. പോലീസ് വളരെ കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇവരെ കാണാൻ സമ്മതിക്കുന്നില്ല. ഇവരെ മാനസികമായി അത്രമാത്രം ഹരാസ് ചെയ്യുന്നത്. അതായത് ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കണം. അതുകൊണ്ട് പരാതി കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിരിക്കുന്നത് ഇന്ന ആളാണ്, അയാളെ കൊണ്ട്, അതൊക്കെ പണ്ടത്തെയാണ്. ഇപ്പോൾ പോലീസ് മുറയിൽ ഇടിച്ച് അല്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെ ഒരു രീതിയാണ് മാനസികമായി ഒരാളെ കൈ കിട്ടിയാൽ അയാളെ മാനസികമായി ഇങ്ങനെ തകർത്തുകൊണ്ട് കുറ്റം സമ്മതിപ്പിക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ മനുഷ്യരങ്ങ് സമ്മതിക്കും. അങ്ങനെ എത്രയോ പേരുടെ കേസുകളുണ്ടെന്നറിയാം. അപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല, അവരെ സമ്മതിക്കുകയല്ലാതെ പിന്നെ നിർവാഹമില്ല. അത്ര കൊടിയ പീഡനമാണ് ഇതിപ്പം മാനസികമായ അത്. പക്ഷേ അത് അനുഭവിച്ച ആളുകൾക്കേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ വേദന ഒരിക്കലും ഇവർ വിചാരിച്ചു കാണില്ല ഇവർ ഇത്രയും ഇങ്ങനെ മുന്നിട്ടിറങ്ങും. കാരണം അവർ പറയുന്നത് ഞാൻ അനുഭവിച്ച ഒരു മാനസിക വേദനയുണ്ട്. അവർ 2 മക്കൾ, ആ 2 മക്കളുടെ മുമ്പിൽ ഈ മാല തിരികെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരെക്കാലവും കള്ളിയായിട്ട് തന്നെ ജീവിക്കേണ്ടി വന്നേനെ. ആ കുടുംബത്തിനുണ്ടാകുന്ന അപമാന ഭാരമുണ്ട്. ആ പെൺമക്കൾ വളർന്നു വരുമ്പോഴും അതുകൊണ്ട് ഇവളുടെ അമ്മ കള്ളിയുടെ മക്കളെന്ന് വിളിക്കും. അപ്പോൾ അതെല്ലാം ഇവരിങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ ഒരു 3:30 വരെ മാരകമായ ചോദ്യം ചെയ്യലാണ്. മാല എവിടെയെന്ന് ചോദിച്ചിട്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലെന്ന് പറയുമ്പോൾ ഈ ബൈബിളും ഭഗവത്ഗീതയും ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല, തെറി വിളിച്ചുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. വനിതാ പോലീസുകാരും അതിന് പിന്നോട്ടൊന്നുമില്ല. ഒരു വനിത എന്നുള്ള പരിഗണന പോലും സാധാരണ വനിതകളൊക്കെ ചെല്ലുമ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനമൊക്കെ ഉണ്ടാവും. ഇവിടെ ഇക്കാര്യത്തിൽ അതും ഉണ്ടായില്ല. അവരാണ് ഇത് മോഷ്ടിച്ചത് എന്ന് പോലീസ് ഉറപ്പിച്ച മട്ടിൽ അവരെ ഈ വനിതാ ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരന്തരം ഈ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയുണ്ട്. വരുന്നവരും പോകുന്നവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വരുന്ന പോലീസുകാരും പോകുന്ന പോലീസുകാരും ഒക്കെ തെറി വിളിക്കുക, എന്തിനാണ് വഹിക്കുന്നത്, ഇതോടെ എന്നൊക്കെ ചോദിച്ച് വിരട്ടുക, 2 അടിയൊക്കെ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള. ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ട് അടിയില്ല. അടിക്കണമെങ്കിൽ വേറെ മുറിയിലേക്ക് കൊണ്ടുപോകും, അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ 3:30 വരെ ഇവരെ ടോർച്ചർ ചെയ്യും. ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല, കണ്ണടയ്ക്കാൻ സമ്മതിക്കുന്നില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, മാനസികമായി തകർന്നു. അപ്പോൾ മോഷണം അതിനിടയ്ക്ക് FIR ഇട്ടു. അതായത് ഇവരെ പ്രതിയാക്കി FIR ഇട്ടു. ഇവരാണ് മോഷ്ടിച്ചതെന്ന് FIR ഇട്ട് കഴിഞ്ഞു. അത് പ്രതിയായി. FIR ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രതിയായി. പിന്നെ കോടതിയിൽ റിമാൻഡ് ചെയ്യുക, കൊണ്ടുപോയി കോടതിയിൽ കൊടുക്കുക, റിമാൻഡ് ചെയ്യുക. കോടതിയിൽ കൊണ്ടുപോകുന്നു, റിമാൻഡ് ചെയ്യുന്നു, അവിടെ ജയിലിൽ കിടക്കേണ്ടി വരും. മോഷണ കേസിലെ പ്രതിയാണ്. പക്ഷേ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഈ ഓമന ഡാനിയലും മകൾ നിഷയും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അപ്പോൾ മാല കിട്ടി. പക്ഷെ മാല കിട്ടി എന്നുള്ളത് ബിന്ദുവിനോട് പറയുന്നില്ല. SI വിളിപ്പിച്ചു, മുറിയിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇവർ പരാതി പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. 2 പെൺമക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ടും പരാതി പിൻവലിച്ചിരിക്കുന്നു എന്ന് ഈ ദയാശീലരായിട്ടുള്ള ഓമന ഡാനിയലും മകൾ നിഷയും പറയുന്നില്ല, മാല കിട്ടിയെന്ന് പറയുന്നില്ല. എന്നിട്ട് ഈ പോലീസുകാർ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞത് ഇനി ഈ ആ പരിസരത്ത് കണ്ടുപോകും, കവടിയാറിലും പരിസരത്തും ജോലി ചെയ്യാൻ വരരുത്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്, കാരണം ഒരു തൊഴിൽ നിഷേധിക്കുകയാണ്. അവർ വീടുകളിൽ പോയി ജോലി ചെയ്താണ് അവരുടെ കുടുംബം പുലർത്തുന്നത്. ഇനി മേലാൽ ഈ പരിസരത്ത് വന്നു പോകരുത്, വന്നാൽ വീണ്ടും കേസിൽ പ്രതിയാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഇത് വാർത്തയാകുന്നു. അപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. FIR ഇട്ടു. ഈ പ്രസാദിനെതിരെയും 2 കണ്ടാലറിയാവുന്ന 2 പോലീസുകാർക്കെതിരെയൊക്കെ പരാതി പറയുന്നു. ഈ ഓമന ഡാനിയലിനെതിരെയും നിഷയ്ക്കെതിരെയും പരാതി കൊടുക്കുന്നു. പക്ഷെ അതൊന്നും കാര്യമായി ആരും എടുക്കുന്നില്ല. ഓൺലൈൻ മീഡിയകളിലാണ് ഈ വാർത്ത വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി കൊടുക്കാനായി പോകുന്നത്. അരുണിമ ആദ്യം ചോദിച്ചതുപോലെ. അപ്പോൾ ഇത് പരാതിയൊക്കെ നേരത്തെ ഇവർക്കെതിരെ കൊടുത്തിട്ടും ആക്ഷനൊന്നുമില്ല. FIR റദ്ദാക്കുന്നില്ല. കാരണം തൊണ്ടി മുതൽ കിട്ടിയല്ലോ, അവർക്ക് പരാതിയില്ല. എന്നിട്ടും FIR റദ്ദാക്കുന്നില്ല. FIR റദ്ദാക്കാതിരുന്നാൽ നിയമപരമായി മുന്നോട്ട് പോകും. അപ്പോൾ ഇവർ ഇതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും, കയറി ഇറങ്ങേണ്ടി വരും. ആ FIR അവിടെ കിടക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ FIR അവിടെ കിടക്കുമ്പോൾ അവർ ഒരു മോഷണ കേസിൽ, മാല മോഷണ കേസിലെ പ്രതിയായിട്ട് തന്നെ അവർ നിൽക്കും. അങ്ങനെയാണ് അവർ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു വക്കീലുമായിട്ട് പോകുന്നത്. വക്കീലുമായിട്ട് ചെന്നപ്പോൾ അവർ പറയുന്നത് P ശശിയെ കണ്ടു. അപ്പോൾ അവർക്കറിയത്തില്ല P ശശിയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലാകുന്നത് വക്കീലിനറിയാമല്ലോ P ശശിയാണെന്നറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അത് ഈ പരാതിയൊന്നും കാര്യമായി പരിഗണിക്കുന്നില്ല. അത് ഈ പരാതി എടുത്ത് കളയുന്നു, മാറ്റിവെക്കുന്നു. പറയുന്നത് മാല മോഷണം പോയാൽ വീട്ടുകാർ പരാതി കൊടുക്കും, അപ്പോൾ പോലീസ് വിളിക്കും. അതൊക്കെ കോടതിയിലാണ് പറയേണ്ടതെന്നാണ് P ശശി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞത്. മാല മോഷണം പോയാൽ വീട്ടുകാർ പരാതി കൊടുക്കും. കൊടുക്കും, അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്.
പക്ഷേ വീട്ടുകാർ പരാതി കൊടുത്താൽ ഉടനെ ഒരു പാവം സ്ത്രീയെ ആരെയും അറിയിക്കാതെ കൊണ്ടുപോയി മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മാനസികമായി പീഡിപ്പിച്ച് പിന്നെ ആ മാല എടുക്കാത്ത ആ സ്ത്രീയാണ് കുറ്റം ചെയ്യാത്ത അവരാണ് കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ FIR ഇട്ട് അവരെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യാൻ ആരാ അധികാരം കൊടുത്തത്? അല്ല, അതാരാണ് അധികാരം? അപ്പോൾ പി ശശി അതല്ലേ അന്വേഷിക്കേണ്ടത്? ആ തെറ്റ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഒരു നിയന്ത്രണവും ഇല്ലാതെ പൊതുജനത്തിൻ്റെ മുകളിൽ കുതിര കയറുന്നത് ഇതുപോലുള്ള പി ശശിമാരെ പോലുള്ള ആളുകൾ ഇരിക്കുമ്പോഴാണ്. പി ശശിയെപ്പോലുള്ള ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ്, ആ ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, ഒരു സ്ത്രീ, അവർ വീട്ടുജോലിക്ക് പോയി അവരെ കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ പ്രതിയാണെന്ന് പറയുന്നു, മാല മോഷ്ടിച്ചെന്ന് പറയുന്നു. വെറുതെ നിന്ന ഒരു സ്ത്രീയാണ്, ഒരു തെളിവുമില്ല. അപ്പോൾ പോലീസ് ചെയ്യേണ്ടത് അത് കൃത്യമായി അന്വേഷിക്കുകയല്ലേ വേണ്ടത്. ഇവർക്കെതിരെ പരാതി കൊടുത്തു, ശരി, അവർ മോഷ്ടിച്ചിട്ടുണ്ടോ? അവരെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല, അവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ അവരത് എവിടെയും കൊണ്ട് പണയം വെച്ചില്ല, അവരെ വിറ്റിട്ടില്ല. അപ്പോൾ എങ്ങും ഈ സാധനം കിട്ടിയില്ല, പിന്നെ അവർ വിഴുങ്ങത്തില്ലല്ലോ. അത് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൊണ്ടുപോയി പരിശോധിക്കാമല്ലോ, അതും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്നും കിട്ടില്ല. അവർ കാല് പിടിച്ച് ഇവർ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ തെറി വിളിച്ചാണ് തുടങ്ങുന്നത്. അപ്പോഴും ഇവർക്ക് അറിയുന്നില്ല മാല മോഷ്ടിച്ചതിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് അറിയുന്നില്ല. അവർ തെറിവിളിയോട് തെറിവിളിയാണ്. അവസാനം ഇവർക്ക് ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് സംഭവം ഇതാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴും അവർ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഞാനത് എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും പോലീസ് കേൾക്കുന്നില്ല, ഈ വനിതാ ഉദ്യോഗസ്ഥരും കേൾക്കുന്നില്ല. എങ്ങനെയോ അവർക്കൊരു പ്രതിയെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ കാണേണ്ട രീതിയിൽ ഓമന ഡാനിയലും മകളും പോലീസിനെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് അങ്ങനെയാണല്ലോ പലരും ചെയ്യുന്നത്. പോലീസിനെ കാണേണ്ട രീതിയിൽ കാണും, അപ്പോൾ നീതി നിഷേധിക്കപ്പെടും. പാവങ്ങളെ ഇതുപോലെ പിടിച്ചകത്താക്കും. പ്രതിയല്ല. ഇപ്പോൾ ഈ അഞ്ചല് പണ്ടൊരു മെഡിക്കൽ സ്റ്റോറിൽ മോഷണം പോയെന്ന് പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറാണ്, അയാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ അന്ന് അവിടെ പണി നടക്കുന്ന സമയമാണ്. പണി നടക്കുന്ന സമയത്ത് ഈ ഓട്ടോ ഡ്രൈവർ ഓട്ടം വന്ന അവിടെ പണി നടക്കുന്ന സമയമായതുകൊണ്ട് ഈ പണി നടക്കുകയല്ലേ. അപ്പോൾ അയാൾ അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി, എന്തായി നടക്കുന്നതെന്നൊക്കെ ചുമ്മാ നോക്കി. അവിടെ മോഷണം നടന്നു ആ രാത്രി. ഈ കടയുടമ കൊണ്ടുവന്ന് പരാതി കൊടുത്തത്. അപ്പോൾ CCTV നോക്കുമ്പോൾ ഇയാളാണ് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇയാളാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് ഈ പോലീസ് അതിക്രൂരമായി ഇയാളെ പീഡിപ്പിച്ചു. ഇയാൾ ഓട്ടോ ഡ്രൈവറാണ്. ഇയാളെ പല സ്ഥലത്തും കൊണ്ടുപോയി തെളിവെടുപ്പെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് റൂമുകളിൽ കൊണ്ടുപോയി കട്ടിലിൽ കെട്ടിയിടുക, ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇയാൾ വലിയ വാർത്തയായത് ഇയാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇയാളുടെ ജീവിതം തന്നെ തകർന്നു. ഇയാൾക്ക് പിന്നീട് ഓട്ടോ ഓടിക്കാൻ വയ്യാതായി, ജീവിതം തകർന്ന് നാമാവശേഷമായി അയാൾ ആത്മഹത്യ ചെയ്യുകയാണ് അവസാനം. അപ്പോൾ അതുപോലെ എത്രയോ പേരുടെ ജീവിതമാണ് ഈ പി ശശിമാരും ഇതുപോലെയുള്ള ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് പി ശശിമാരൊക്കെ ഒത്താശ. ഇതിനെ കൃത്യമായി ഗൗരവത്തിലെടുക്കണം. ഒരു പരാതിയുമായിട്ടൊരു സ്ത്രീ വരുമ്പോൾ അതിനെ ഗൗരവത്തിലെടുക്കണം, അത് അന്വേഷിക്കാം എന്ന് പറയാം. ചിലപ്പം ചേട്ടാ ഒരു അല്ലെങ്കിൽ ഉള്ളതാണല്ലോ, പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഏതെങ്കിലും നമ്മൾ മനസ്സിലിങ്ങനെ കാണും, ഈ ഒരു ആൾക്കാർ, ഈ ഒരു ഇങ്ങനെ ഉള്ള ആൾക്കാർ ഇതിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെ ഒരു ചിന്താഗതി. അത് തന്നെയാണ് നമ്മുടെ അട്ടപ്പാടി മധുവില്ലേ, ആൾക്കൂട്ടം കൂട്ടിയിട്ട് തല്ലിക്കൊന്ന മനുഷ്യൻ. അപ്പം ആ ആൾക്കാരുടെ മനസ്സിൽ ആ ചിന്താഗതി ഇപ്പോഴും ഉള്ളത് കൊണ്ടല്ലേ ഇപ്പോഴും അങ്ങനത്തെ കേസുകൾ ഇപ്പോഴും വരുന്നത്. നിങ്ങൾ നിറം കറുത്തുപോയ ഒരാളാണെങ്കിൽ, നിങ്ങൾ എന്താണ് വേഷവിധാനം, എന്താ തിളങ്ങുന്ന വേഷം അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായി, അതെ സ്റ്റാറ്റസിന്റെ ഭാഗം. എന്നാൽ പിന്നെ ഇതൊക്കെ ധരിച്ചു നടക്കുന്ന ആളുകളാണ് വലിയ മോഷണങ്ങളും കുറ്റങ്ങളും ചെയ്യുന്നത്, കൊലപാതകങ്ങൾ വരെ ചെയ്യുന്നത്, ലഹരി കേസുകളിൽ കുടുങ്ങുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നടക്കുന്ന ഈ പാവം സ്ത്രീ കുടുംബം പോറ്റാൻ വേണ്ടി പല വീടുകളിലാണ് ജോലിക്ക് പോകുന്നത്. ഇവിടെ ആകെ 3 ദിവസം, ആകെ 500 രൂപ കൊടുക്കുന്നത്. രാവിലെ പോയാൽ രാത്രിയാണ് ഇറങ്ങുന്നത്. അവർ അവിടെ ഇറങ്ങിയിട്ട് കുറേ ദൂരം ഓട്ടോയിൽ പോകാനുണ്ട്. ഇവരുടെ ഈ ഓമന ഡാനിയലിൻ്റെ വീട്ടിലേക്ക് പോകാൻ അത് 50 രൂപ ഓട്ടോ കൂലിയാണ്. 50 രൂപ ഓട്ടോ കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടി അത്രയും കിലോമീറ്റർ രാവിലെ നടന്നാണ് അവർ പോകുന്നത്. കാരണം 500 രൂപ കിട്ടുന്നതിനകത്ത് 50 രൂപ അവർക്ക് എടുത്ത് മാറ്റാനില്ല. പലപ്പോഴും ഈ വീട്ടുജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ ഒരു അടിമ മനോഭാവത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ മാല മോഷണം പോയി, ഇത് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ അവർ എക്കാലവും പിന്നെ പ്രതിയായി അവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ, മോഷണക്കുറ്റത്തിനകത്ത് കിടക്കേണ്ടി വന്നേനെ. ഇതിപ്പം അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് അത് തിരിച്ചു കിട്ടിയത് അവർ കൊടുക്കാതിരുന്നെങ്കിലും അവരകത്ത് കിടക്കേണ്ടി വന്നേനെ. പിന്നെ അത്രയൊക്കെ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പോലീസ് എന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നത്? ഈ മാല തിരിച്ചു കിട്ടിയിട്ടും അവരോട് അവരുടെ നിരപരാധിത്വമാണെന്ന് പോലീസ് എന്തുകൊണ്ടായിരിക്കും അംഗീകരിക്കാത്തത്? അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ്, അവരുടെ ഭാഗത്തുനിന്ന് അവർ അംഗീകരിക്കും. ഏതെങ്കിലും സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥരും അംഗീകരിക്കത്തില്ല. അത് അനീതിയല്ലേ കാണിച്ചത്? തീർച്ചയായിട്ടും അത് അനീതിയാണ് അവർക്ക്. പക്ഷേ അവർക്കെതിരെ ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മുടെ ചാനലുകൾക്ക് അതിനു മുമ്പ് തന്നെ ഓൺലൈൻ മീഡിയ അത് ഏറ്റെടുത്തിരുന്നു.
അപ്പോഴൊന്നും വളരെ ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ ഇപ്പോൾ അത് ഗൗരവത്തിലെടുത്തിരിക്കുന്നു. ബിന്ദുവിനെ പോലെ പല ആളുകളും ഇതുപോലെ നിരപരാധികളായ ആളുകൾ കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇനിയൊരു ബിന്ദു അങ്ങനെ നമുക്ക് ആവർത്തിക്കാൻ പാടില്ല. ഇതുപോലെയുള്ള അവർ അത്രമാത്രം ആ ദിവസം ആ രാത്രി ആ പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഒരു കുറ്റവും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ പോയി തല കുമ്പിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാകും പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അല്ലാതുള്ള ആൾ പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ആ ബിന്ദു അവിടെ പോയി അതിനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനല്ല, പോലീസിൻ്റെ ഒരു രീതി അറിയാവുന്ന ആളുകൾക്ക് അത് അവർ ആരെയും കോൺടാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. തെറിയാഭിഷേകമായിരിക്കും, വിരട്ടലായിരിക്കും. അതൊക്കെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ഒന്നും മാനസികമായി, പ്രത്യേകിച്ച് ഒരു കുറ്റവും ചെയ്യാത്ത ഒരാൾക്ക്, തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല. അവർ കുറേ ഇതൊക്കെ കേട്ടൊക്കെ നിൽക്കും. കേട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്നസെൻറ്റ് പറയുന്നത് പോലെ അവർക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇതുപോലെയുള്ള സാധാരണക്കാർ, പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ നിരപരാധിത്വം തെളിയിക്കുക. നമ്മൾ ഷീല സണ്ണിയുടെ കാര്യം പറയും, ഇത് പോലീസിനെതിരെയാണെന്നുള്ളതാണ്. പോലീസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ്. ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആരെങ്കിലും കൊടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊടുക്കും. FIR ഇതുവരെ റദ്ദാക്കിയിട്ടില്ലല്ലോ ഇവർക്കെതിരെ. കാരണം ഇവർ പരാതി പറഞ്ഞുകൊണ്ടാണ്. പരാതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ FIR റദ്ദാക്കിയേനെ. ഇവിടെ എന്നാൽ ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ FIR എടുത്തിട്ടിരിക്കുകയാണ് പോലീസ്. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ പോലീസിൻ്റെ ഭാഷയിൽ പറയുന്നതാണല്ലോ, ഞാനായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ എന്തായാലും പി ശശിയെ പോലുള്ള ആളുകളുമൊക്കെ ഇത് മനസ്സിലാക്കണം. സാധാരണക്കാർ വരുമ്പോൾ അവരെ ആട്ടി ഇറക്കുകയല്ല, അതിനല്ല വലിയ അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന, അതിനല്ല പാവപ്പെട്ടവരെയും കൂടെ കണ്ണു തുറന്ന് കാണാൻ, അവരുടെ വേദന അറിയാനാണ്. അതും കൂടെ മനസ്സിലാക്കുക.